ശരി ശരി. ഓ ചെയ്യാടേ. ഓ പറഞ്ഞേരെ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓ ഗുഡ് മോർണിംഗ് ഡേ. ഗുഡ് മോർണിംഗ്. എന്തുണ്ട ചായ വീക്കെൻഡ് ഒക്കെ ആയിട്ട്? എന്തോന്ന് വീക്കെൻഡ് ഡേ? നാളത്തിനും കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയല്ലേ, ബാഗും തൂക്കി പിടിച്ച് നടക്കണ്ടേ? അല്ലാതെ എങ്കിൽ പിന്നെ മതിയാക്കി പോയാലേ ഞങ്ങള്. കുറെ നാളായില്ലേ ഇവിടെ. പോണോന്നുണ്ടേ, കുറെ നാളോണ്ട് വിചാരിക്കുന്നു പോണമെന്ന്. ഞാൻ നാട്ടിലെ ചെലവാലോചിക്കുമ്പോഴേ എന്തോ ഒരു ചെലവാടേ നാട്ടില്. ഇത്തിരി റബ്ബറൊക്കെ വെട്ടത്തൊക്കെ ആയില്ലേപ്പാ, നിങ്ങൾ കേറി പോന്ന്. റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബായി? ചോദിച്ചാ നിങ്ങളെ ഇന്നലെ കാണാൻ തുടങ്ങിയാണ്. നിങ്ങളിങ്ങനെ പൈസ ഉണ്ടാക്കും, ബാങ്കിൽ ഇട്ടോണ്ടേ ഇരിക്കും. എന്നിട്ട് ഇന്ന് പോവും, എനിക്ക് ദുബായ് കൊടുത്ത് അതും എടുത്ത് ഇതും എടുത്ത്. എന്റെ പൊന്നു ചോദിച്ചായ നിങ്ങൾ ഈ ദുബായ് കൊണ്ടല്ലേ മറിയത്തോടപ്പാ. സംശയം ഉണ്ടാക്കരുത്. പോണോടേ, നിർത്തി പോണോടേ. ഒരു മിനിറ്റ്. ആഹാ, പുതിയ മൊബൈലൊക്കെ മേടിച്ച സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ചെറിയ മൊബൈൽ മേടിച്ചണ്ട, ബ്ലാക്ക്ബെറി. വീഡിയോ നോക്കണ്ട. നിങ്ങൾ ഈ നാട്ടിൽ പോന്നിരിക്കുന്നവരൊന്നും ഒന്നും കാണിച്ചുകൂടാത്തയാ. വീഡിയോ നോക്കണ്ട. വൈകിട്ടെന്താ പരിപാടി? അളയാ നീ റെഡി ആയിട്ടിരുന്നോ? നമുക്കിന്ന് മധുവാനോടെ കൂടാ. ദേവത്തി എന്തുകൊണ്ടല്ലയോ അവനെവിടെ? അടിച്ച് തകർക്കണ്ടേ നമുക്ക് വീക്കെൻഡ്? അവൻ വന്നോണ്ടിരിക്കുന്നതാ. ഞാൻ ഇപ്പൊ വിളിച്ചോളൂ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയോട്. ഹാപ്പി വീക്കെൻഡ്. എന്റെ പൊന്ന്, പുതിയ ടീഷർട്ട് വാരി ഇടുക അവനെ വണ്ടിയില്. കിടന്നിറങ്ങി നോക്കട, മമ്മൂട്ടിയെ പോലെ പണി കൊടുക്കാം. മധുബാല എണ്ണിക്ക് എത്ര നേരമായിട്ട് വിളിക്കുക മധുബാല. എന്താ നീ അവൻ എണ്ണിട്ട് പോയത് വല്ല കണ്ട? നീ ഇന്നലെ രാത്രി എന്താ ഇവിടെ കാണിച്ചതെന്ന് വല്ല അറിയാവോ? എന്താ കാണിച്ചതെന്ന് പറഞ്ഞുകൂടാ? അടിച്ചിട്ട് രാത്രി എന്തെല്ലാം കോലമാണ് എന്തെല്ലാം കാണിച്ച? പാവപ്പെട്ടവനടുത്ത് എന്തൊക്കെ കാര്യമാണ് നീ പറഞ്ഞാന്നറിയാം? ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ, ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ ആരോട് എന്ത് പറഞ്ഞു നല്ല ബോധമാണ് അല്ലെ. ഇതേ ടോപ്പിക് ഈ റൂമില് മുമ്പ് സംസാരിച്ച് അവിടെ ഇറങ്ങി പോകാറുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. കേട്ടോട് ഒന്നും പറഞ്ഞില്ല പോലെ. നീ ഒന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഇയാള് അല്ലെ ഈ ടോപ്പിക്ക് നമ്മൾ പണ്ട് സംസാരിച്ചൂടാ, 2 വർഷത്തിന് മുമ്പ്. അവൻ ഇവിടെ ഇറങ്ങിപ്പോയി. രാത്രി ഇയാള് പറഞ്ഞത് വല്ല ഇയാൾക്ക് ഓർമ്മയുണ്ടോ? അത് ഒന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓർമ്മ. എനക്ക് അവനൊന്നും ഓർമ്മ കാണത്തില്ലേ? അവനെങ്ങനെ പറ്റതിന്റെ പുറത്തല്ലേ? അല്ലെ ഓരോരുത്തർക്ക് അറിയാൻ പറ്റും. എനിക്ക് മതി, ഞാൻ കഴിച്ചു, നീ എത്ര പെക്കായി. ഞാൻ പറയുന്നത് നിർത്ത്, ഈ ടോപ്പിക്ക് നിർത്ത്. അതെ, അത് ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് നിങ്ങള്? അല്ലെ ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യും നമുക്കറിയാം, അവന്റെ മനസ്സറിയാം. എത്രയോ തവണ ഇഷ്യൂ ഉണ്ടല്ലോ ഇത് സെയിം ടോപ്പിക്കിൽ. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? എന്ത് പറയുന്ന? അവനൊന്നും ചെയ്തില്ല. കുടിച്ചു തുടങ്ങിയാ പിന്നെ ഒരു കുന്തോ അറിയത്തില്ല ഇയാൾക്ക്. ഞാൻ പറഞ്ഞതാ ഇന്നലെ ഇവനൊന്നും കൊടുക്കരുത്. നിസ്സാര കാര്യത്തിന് ഒരു ആത്മഹത്യ ഉള്ളവനാണ്. ഇനിയിപ്പോ ഇരുന്നിട്ടോ പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, അവനപ്പോ തപ്പാം. ഇനി എന്തിനാ നോക്കിയിരിക്കുന്നത്? വല്ലപ്പോ തപ്പ അല്ലേ? ഞാൻ റെഡിയാവും. ഞാനിവിടെ വരട്ടടിയാ. അയ്യോ, ഇയാള് വരണ്ടായേ. ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി അങ്ങനെ തപ്പിയിട്ട് വരട്ടെ. പറയുന്നത് ഞാൻ സംഗതി ഞെരുപ്പ്. കൊട്ടാരം സക്സസ്. അവനെ വരട്ടിട. എടാ എന്റെ അടുത്ത് ചോദിക്കുന്നതാ, ഞാൻ എന്തോ പറഞ്ഞായി പറയുന്നത്. പാവടാ. പക്ഷെ അവൻ വിചാരിച്ചത് നീ ശരിക്കും കയറി അങ്ങ് തൂങ്ങിയെന്നാ.
അപ്പൊ നോക്കടാ അവൻ്റെ ഒരു മെസ്സേജ്, എന്നോട് ക്ഷമിക്കൂ, ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇടിച്ച് പൊളിക്കടാ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വാ കഴിക്കാം. സന്തോഷവും സമ്മർദ്ദവും നിറഞ്ഞ ഒരു വീക്കെൻഡിനൊടുവിൽ അവർ കാത്തിരിക്കുകയാണ് മറ്റൊരു വീക്കെൻഡിനായി.